നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒരിക്കലും ആശയങ്ങളുടെ ഏറ്റുമുട്ടൽ കൊണ്ട് മാത്രം വാർത്തയായിട്ടില്ല. പലപ്പോഴും അത് അധികാരത്തിന്റെ കസേരയെ ചുറ്റിപ്പറ്റിയുള്ള വടംവലിയായാണ് ജനങ്ങൾ കണ്ടത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള തർക്കം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച, അതും കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ ആർക്ക് ഇടം കിട്ടുമെന്ന വാശി, പിന്നീട് പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ മുതൽ പാർട്ടി സംഘടനയിലെ ഓരോ സ്ഥാനവും വരെ നീളുന്ന അധികാരപ്പോര്. ഒരു തർക്കം അവസാനിക്കും മുൻപേ മറ്റൊന്ന് ആരംഭിക്കുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം എന്നതാണ് വാസ്തവം. ഇപ്പോൾ ആ ഏറ്റുമുട്ടലിന്റെ പുതിയ വേദി KPCC അധ്യക്ഷ സ്ഥാനമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട ഒരു സുപ്രധാന പദവി, പാർട്ടിയെ ഒന്നിപ്പിക്കേണ്ട ഒരു നേതൃത്വം വീണ്ടും ആഭ്യന്തര ചേരിപ്പോരിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയാണ്. ഒരു പദവിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതിലുപരി ആരുടെ സ്വാധീനമാണ് പാർട്ടിയിൽ മേൽക്കൈ നേടുന്നതെന്ന രാഷ്ട്രീയ പരീക്ഷണമായി ഈ നിയമനത്തെ പലരും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ നീക്കവും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും, എ ഗ്രൂപ്പിൽ നിന്ന് ഐ ഗ്രൂപ്പിലേക്കും, പഴയ നേതൃത്വത്തിൽ നിന്ന് പുതിയ തലമുറയിലേക്കും ചർച്ചയാകുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറാണെന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടും പകരക്കാരനെ കണ്ടെത്താനാകാതെ വലയുകയാണ് പാർട്ടി. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചരടുവലികൾ കോൺഗ്രസിൽ സജീവമാണെങ്കിലും ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. സണ്ണി ജോസഫിന് പകരം ഷാഫി പറമ്പിലിനെ എത്തിക്കാനുള്ള നീക്കത്തിലാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എന്നാൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷനാക്കാനാണ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ താൽപര്യപ്പെടുന്നത്. ഷാഫി പറമ്പിൽ അധ്യക്ഷനാകുന്നതിലൂടെ ന്യൂനപക്ഷ വിഭാഗത്തെയും യുവാക്കളെയും പാർട്ടിക്കൊപ്പം നിർത്താൻ കഴിയുമെന്നാണ് KC വിഭാഗം ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുന്ന പ്രധാന വാദം. അതേസമയം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളും പാർട്ടിയിൽ ശക്തമായി തുടരുകയാണ്. ബെന്നി ബെഹനാനു വേണ്ടി A ഗ്രൂപ്പ് സജീവമായി രംഗത്തുണ്ട്. എന്നാൽ ഒരു മുഴുസമയ അധ്യക്ഷൻ വേണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് ആവശ്യപ്പെടുന്നത്. ഈ നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ ജോസഫ് വാഴക്കന് സാധ്യത വർദ്ധിക്കും. ഇവരെ കൂടാതെ ആന്റോ ആന്റണി, VS ശിവകുമാർ, അടൂർ പ്രകാശ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ വലിയൊരു പട്ടിക തന്നെ സജീവ പരിഗണനയിലുണ്ട്. KPCCയിലെ ഈ അനിശ്ചിതത്വത്തിന് സമാനമായ സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന OG ജനീഷ് മന്ത്രിയായതോടെ പുതിയ അധ്യക്ഷനെയും പാർട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അധികാരത്തിന്റെ രാഷ്ട്രീയം എന്നും വിട്ടുകൊടുക്കാൻ മടിക്കുന്ന ഒന്നാണ് കോൺഗ്രസ്. രാഷ്ട്രീയത്തിൽ സ്ഥിരം സുഹൃത്തുക്കളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ സ്ഥിരമായി നിലനിൽക്കുന്നത് അധികാരത്തിനായുള്ള മത്സരം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ. കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇന്ന് അതുതന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഓരോ നേതാവും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഓരോ വിഭാഗവും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വവും അഭിപ്രായ ഭിന്നതകളും. ഒരു കേക്ക് കഷ്ണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും എല്ലിൻ കഷ്ണം കണ്ട നായക്കൂട്ടത്തെ പോലെ തമ്മിൽ തല്ലിയല്ലാതെ അത് പങ്കുവയ്ക്കാൻ കോൺഗ്രസുകാർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. വീണ്ടും മെഗാ സീരിയൽ പോലെ ഈ കോമാളിത്തരം കാണാനാണ് കേരളത്തിന്റെ വിധിയെങ്കിൽ ജാത്യാൽ ഉള്ളത് തൂത്താൽ പോവില്ല എന്നതുകൊണ്ട് അനുഭവിക്കുക തന്നെ.